Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കാലടി പ്ലാന്റേഷൻ ബ്ലോക്ക് 1-ൽ കാട്ടാനകളുടെ നിരന്തരമായ ആക്രമണം ജനജീവിതത്തിനു തന്നെ ഭീഷണിയാകുന്നു. വെറ്റിലപ്പാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ പിൻഭാഗം പൂർണ്ണമായും കാട്ടാനകളുടെ ആക്രമണത്തിൽ തകർന്നു. തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. വീട് ഇല്ലാത്തവരാണ് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഫ്രണ്ടിലെ ഡോറ്, പിന്നെ ആ വാതിൽ തുറന്നതുപോലെ ഒരു ദിവസം കുട്ടിയകത്ത് കയറി. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം കുട്ടിയകത്ത് കയറണേ. പ്ലാന്റേഷൻ കോർപ്പറേഷൻ പരിസരവാസികൾക്ക് കാട്ടാനകൾ എന്നാൽ വിരുന്നുകാരൊന്നുമല്ല. ഒറ്റയ്ക്കും കുടുംബസമേതം കൂട്ടമായും ആനകൾ ഇവിടെ നിത്യസന്ദർശനത്തിന് എത്താറുണ്ട്. എന്നാൽ കുറെ നാളുകളായി ഇവർ ആക്രമണകാരികളായിരിക്കുന്നു എന്നതാണ് നാട്ടുകാരെ പേടിപ്പെടുത്തുന്നത്. അയ്യമ്പുഴ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ വെറ്റിലപ്പാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ വലിയൊരു ഭാഗമാണ് വെള്ളിയാഴ്ച രാത്രിയിൽ ആനക്കൂട്ടം തച്ചു തകർത്തത്. കാടിറങ്ങിയ കുട്ടിയാനകളടങ്ങിയ ആനക്കൂട്ടം പള്ളിക്കു പിന്നിൽ സംഹാര താണ്ഡവമാടി. കമ്പി വിരിച്ച ഗ്രില്ലുകളും മരത്തിന്റെ വാതിലുകളുമെല്ലാം ചവിട്ടി വീഴ്ത്തി. അടുക്കള ഭാഗത്തുണ്ടായിരുന്ന കണ്ണിൽ കണ്ട വസ്തുവകകളെല്ലാം തകർത്തു. മുറിയിലുണ്ടായിരുന്ന മാതാവിന്റെ രൂപവും തകർന്ന നിലയിലാണ്. അലക്കുകല്ലും തെങ്ങുകളുമെല്ലാം ചവിട്ടി മറിച്ചിട്ടു. വലിയ മരങ്ങൾ പോലും കുത്തിമറിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. ആനശല്യം മൂലം ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളതെന്ന് ഈ ഭാഗത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നു. പകല് മുഴുവനും ഞങ്ങൾ ഇവിടെ വന്നാലും ആന ഞങ്ങൾ തന്നോട് കിടക്കാത്തത്. തൊള്ളോട്ട് തുടങ്ങുമ്പോൾ ഞങ്ങളാണ് ഈ പള്ളിക്ക് കാവലും. ഞങ്ങൾ 6-7 വന്നിങ്ങനെ കൂട്ടം കൂടി മലയുടെ സൈഡിൽ നിന്ന് മലയിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ കാണാം. ഞങ്ങളിവിടെ നോക്കി നിൽക്കും. തൊഴിലുറപ്പിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ വെറ്റിലപ്പാറ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു ശോചനീയാവസ്ഥയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു കുർബാന കാണണമെങ്കിൽ കിലോമീറ്ററുകൾ നടന്നാണ് ഇവിടെ വന്ന് കുർബാന കണ്ടു പോകുന്നത്. ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് കുർബാന ഉണ്ടാവാറ്. മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തൊഴിലുറപ്പിൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാനിവിടെ വരാറ്. ഇതിന് ചുറ്റും ആനകൾ മത്സരിച്ചാണ് ഇവിടുന്ന് ഓരോ സംഭവങ്ങൾ റബ്ബർ മരം മരക്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇന്ന് രാവിലെ വരുമ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ പിറകുവശം ആന കയറി സക്രാരി മുതൽ എല്ലാം ഇടിച്ചു നിരത്തി നമുക്ക് ആകെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഈ മേലധികാരികളൊക്കെ അറിയിച്ചിട്ട് പല വട്ടങ്ങളിൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അറിയിച്ചിട്ടും അതിന് യുക്തിപരമായ ഒരു നടപടികളോ മറ്റുള്ള കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് ചുറ്റും തെങ്ങും കവുങ്ങും പള്ളിക്ക് ആദായകരമായ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആനകൾ കയറി എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇതിനകത്ത് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഭയങ്കര ദുരിതപൂർണ്ണമായിട്ടൊരു ജീവിതമാണ്. ഒരുപാട് ശല്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ശല്യം എന്ന് വെച്ചാൽ ഞങ്ങളെ 2 പ്രാവശ്യം ആന ഓടിച്ചിട്ടുണ്ട്. ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീഴേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ഞാനും മകനും. അതുപോലെ ഞങ്ങൾ ഈ ജോലിക്കാർ വരുമ്പോൾ ഈ പള്ളിയുടെ സൈഡുകളിൽ വന്ന് ആന ഈ പ്ലാവ് ഇടിച്ചിങ്ങനെ തള്ളിയിടുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഈ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങാനോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഈ പൈപ്പിൻ്റെ അവിടെ കൈ കഴുകാനൊക്കെ വരുന്നത്. സമയത്തൊന്നും പുറത്തിറങ്ങാനോ ഒന്നും പറ്റണില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞങ്ങൾ. ഒച്ചയെടുത്ത് ഇങ്ങനെ കുപ്പിക്കകത്ത് കല്ല് പറക്കിയിട്ട് ഇങ്ങനെ കുലുക്കി ആനേനെ ബാക്കോട്ട് അങ്ങോട്ട് മുകളിലേക്ക് തന്നെ കയറ്റും. അപ്പോൾ കൂടെ ഉള്ളവർ ഈ ഫോട്ടോ എടുത്തിട്ട് ആരെങ്കിലും കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഗ്രില്ല്, ഈ വാതിൽ കളഞ്ഞത് ആ ഗ്രില്ല്. പിന്നെ ഞാൻ പറയാമല്ലോ, ഞങ്ങൾ ഒരുപാട് വർഷങ്ങളൊക്കെ ഈ കുട്ടി എൻ്റെ മകനത് ജോലിയുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആകെ ഇപ്പോൾ ഒരു 15 ആളൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇവരുടെ ജോലി കഴിയുന്ന സമയം വരെ ഞങ്ങൾക്ക് ഇവിടെ കുർബാനയായിട്ട് കാണാൻ വേറെ ഒരുപാട് ദൂരേക്ക് പോകണം. അപ്പം ഞങ്ങൾക്കിത് കാണാനായിട്ടുള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഈ പ്രാവശ്യം ഇന്നലെ ആന വന്ന് ഒരു കുട്ടിയാന അകത്ത് പ്രവേശിച്ച് ഈ ബാക്ക് വശം അടുക്കള തുടങ്ങി അകത്തേക്ക് പ്രവേശിച്ചിട്ട് അച്ഛൻ്റെ സങ്കീർത്തിയുടെ വാതിൽ വരെ പൊളിച്ച് അകത്ത് നമ്മൾ തള്ളിയിട്ടേക്കണ മാതാവിൻ്റെ രൂപമൊക്കെ തട്ടി പുറത്തിട്ടു. ഒരുപാട് കൽവിളക്കുകളും അതിനകത്തുണ്ടായിരുന്ന ഈ ചില്ലിൻ്റെ വിളക്കുകൾ, നമ്മൾ തിരിയെത്തിക്കുന്ന വിളക്കുകൾ, അങ്ങനെ സാധനങ്ങളൊക്കെ നശിച്ച് പൊട്ടിച്ചവിടെ ഇട്ടേക്കണം. കമ്പി, നെറ്റ് വല, അങ്ങനെ എല്ലാം നശിപ്പിച്ചേക്കണം. അപ്പോൾ അച്ഛൻ ഇവിടെ തന്നെയാണ് താമസം? ഇല്ല, അച്ഛൻ ഏഴാറ്റുമുഖം പള്ളിയിൽ നിന്ന് അച്ഛൻ ഇവിടെ കുർബാനയ്ക്കായിട്ട് വരണം. 10 മണിക്കാണ് ഇവിടെ ഞായറാഴ്ച കുർബാന. അപ്പോൾ ആ ഞായറാഴ്ച കുർബാന കാണാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്ക്. ഇതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾ ഇപ്പോൾ 2 മാസമായി ഞങ്ങൾ ഇതുപോലെ രാവിലെ മകനാണിത്, ഞാനും ഈ മകനും കൂടെ ഇവിടെ അടിച്ച് കഴുകാനായിട്ട് അവിടെ ഇരിക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നു.
രാവിലെ ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ വന്നിരുന്നു. വരുന്ന സമയത്ത് ഇവൻ പറഞ്ഞു അകത്ത് കടന്ന് നിങ്ങൾ തുറന്നിട്ടിട്ട് പറഞ്ഞ് അടിച്ച് കഴിക്കോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബാക്ക് വശത്ത് കൂടെ ചെല്ലുമ്പോൾ അവിടെ ഇവൻ വെറുതെ ഇറങ്ങി സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ രാജവെമ്പാല ആ പൈപ്പിൻ്റെ ഓസിൽ ഇങ്ങനെ ചുറ്റി വാലും പുറത്തേക്ക് ഞാട്ടിയിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഇവൻ ഓടി വന്ന് അമ്മ ഇപ്പുറത്ത് വന്നാൽ പാമ്പിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാനും അവളും കൂടെ ആ ചേച്ചിയും കൂടി ഓടി അപ്പുറത്ത് ചെല്ലുമ്പോൾ 12 അടി നീളം ഉണ്ടായിരുന്നു. വലിയൊരു രാജവെമ്പാല ചുറ്റി കിടക്കണം. അപ്പോൾ തന്നെ അച്ഛൻ വന്ന് ഞങ്ങൾ അച്ഛനെയും പിന്നെ ഇവിടെ കുർബാനയ്ക്ക് ഉള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അന്ന് അതവിടെ കിടന്നിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഇതുപോലെ തൊഴിലുറപ്പിന് വരുമ്പോൾ ആ പാമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. 3-ാമത്തെ ദിവസം വരുമ്പോഴും ഞങ്ങൾ ബാക്കിലേക്ക് കുട്ടിയൊക്കെ മൂത്രമൊഴിക്കാൻ വേണ്ടി അങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ പോയ സമയത്ത് അത് വീണ്ടും ആ പൈപ്പിൽ വന്ന് ചുറ്റി കിടക്കണം. ഏഴാറ്റുമുഖം സെന്റ് തോമസ് പള്ളിക്ക് കീഴിലുള്ളതാണ് വെറ്റിലപ്പാറ പള്ളി. ഞായറാഴ്ചകളിൽ മാത്രമാണ് ഇവിടെ വിശുദ്ധ കുർബാന നടക്കുന്നത്. 1976 സ്ഥാപിതമായ പള്ളിയുടെ 50-ാം വാർഷികം 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കെയാണ് ഭീതി പരത്തി കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ആനകൾക്ക് പുറമെ കാട്ടുപന്നിയും മ്ലാവും കുരങ്ങും പുലിയും വരെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ പള്ളിയുടെ ഒരു ഭാഗത്തു തന്നെ കഴിഞ്ഞ ദിവസം കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടിയിരുന്നു. പള്ളിക്ക് മുൻഭാഗത്തുള്ള വാതിലും റോഡരികിലെ തറയിൽ സ്ഥാപിച്ചിരുന്ന കുരിശുമെല്ലാം അടുത്തിടെ ആനക്കൂട്ടം തകർക്കുകയും ചെയ്തു. നിരന്തരമായി ഉണ്ടാകുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശാസ്ത്രീയമായ ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരും തൊഴിലാളികളും ഒരേ സ്വരത്തിൽ ഉയർത്തുന്നത്. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.